യുവനേതാവിനെതിരായ വെളിപ്പെടുത്തലിൽ കൂടുതൽ പ്രതികരണങ്ങളുമായി നടി റിനി ആൻഡ് ജോർജ് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പറയുന്ന ആരോപണ വിധേയരാകുന്ന വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന സംവിധാനത്തിൽപ്പെട്ടവരൊക്കെ ഈ രീതിയിൽ എനിക്കെതിരെ ഒരു സൈബർ അറ്റാക്ക് എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. അതിന് ഞാൻ യാതൊരു കാരണവശാലും ഭയപ്പെടുന്നില്ല. ആ രീതിയിൽ ഭയപ്പെടുത്തി എന്നെ പിന്മാറ്റാനും സാധിക്കില്ല. തീർച്ചയായിട്ടും അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഭാഗത്താണ് ശരി എന്നുള്ളത് കൊണ്ട് അത് കാലം തെളിയുകയും ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ വരികയും ചെയ്യും. ഒരു കാര്യം, ഈ പേര് പറയാതിരിക്കുമ്പോൾ ഒരുപാട് പേര് സംശയത്തിന്റെ നിഴലിലാവുകയാണ്. സാധാരണ ഇത്തരം കേസുകളിലെല്ലാം തന്നെ ഈ പരാതിക്കാർ ഒരിക്കലും പേര് പറയാറില്ല. അത് ഒരുപാട് പേര് സംശയത്തിന്റെ നിഴലിലാക്കുന്നുണ്ട്. അത് തന്നെ ഇനിയും ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? പേര് ധൈര്യമായിട്ട് പറഞ്ഞുകൂടെ? ഞാനത് ഇന്നലെ വ്യക്തമാക്കിയതാണ് എന്തുകൊണ്ടാണ് അത് പറയാത്തത് എന്നുള്ളത്. എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചില കണക്ഷൻ വരുന്നത് കൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് മുതിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല എന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല. നിയമ നടപടി എന്തെങ്കിലും ആലോചിക്കുന്നുണ്ട്? താങ്കൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ നിയമ സംവിധാനത്തിലേക്ക് പോകുന്നില്ല എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഞാനത് ഇന്നലെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇതെന്റെ വ്യക്തിപരമായ വിഷയമല്ല. വ്യക്തിപരമായ വിഷയമായിട്ട് ഞാനിതിനെ ടേക്കപ്പ് ചെയ്യുന്നില്ല. ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ആകാമോ? പല പെൺകുട്ടികളും ഈ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം കൊണ്ട് ഞാനത് തുറന്നു പറയുന്നു. ഞാൻ ഇന്നലെ അത് വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഇപ്പൊ ഞാനൊരു കാര്യം കൂടി പറയും. എനിക്ക് ഇന്നലെ രാത്രിയൊക്കെ പല പെൺകുട്ടികളുടെ അടുത്ത് നിന്നും മെസ്സേജുകളും കോളുകളും വന്നിട്ടുണ്ട്. ഇതേ പ്രശ്നങ്ങളുണ്ട്, വലിയൊരു ക്രിമിനലാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഈ ക്രിമിനലിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇയാളുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിൽ പരിചയമുണ്ടെന്നും ഇതിനെ ഫേസ് ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ടെന്നും ഉള്ള തരത്തിലുള്ള ചില ഇത് എനിക്ക് മെസ്സേജസും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷെ അവരാരും തന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ, ആൾക്കാർ എന്ത് വിചാരിക്കും തുടങ്ങിയ പ്രശ്നത്തിന്റെ പേരിൽ പറയാൻ ധൈര്യപ്പെടുന്നില്ല. ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ ചില പോസ്റ്റുകളൊക്കെ പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്നലെ. അതിനൊരു വഴിയായി അല്ലെങ്കിൽ ഒരു കാരണമായി എന്നുള്ളതിൽ ഒരു അഭിമാനം ഉണ്ടോ? തീർച്ചയായിട്ടും ഒരു അഭിമാനമുണ്ട്. കാരണം ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഞാൻ പറയുന്നത് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർ ധൈര്യമായി മുന്നോട്ട് വരണം. ഒരു സമൂഹം തന്നെ, അല്ലെങ്കിൽ ഞാനൊക്കെ ശക്തമായിട്ട് ഒപ്പം നിൽക്കുമെന്ന് പറയാണ്. അതിനു വേണ്ടി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, ആ പെൺകുട്ടികൾക്ക് വേണ്ടി നിൽക്കുന്ന. അത് ശക്തമായിട്ട് ഉണ്ടാകും. അതുകൊണ്ട് ഒരു ഭയവുമില്ലാതെ കടന്നു വരണം. ഇതിപ്പോ എൻ്റെ മാത്രം ഒരു വിഷയമായിട്ട് അല്ലെങ്കിൽ എനിക്കെതിരെ ഒരു സൈബർ അറ്റാക്ക് മാത്രമായിട്ട് ഇത് അവസാനിക്കാതെ ഇങ്ങനെ ഈ ക്രിമിനലിനെ മുന്നോട്ടേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ഈ പ്രശ്നം നേരിട്ട സ്ത്രീകൾ തന്നെ ചിന്തിക്കണം എന്നുള്ളതാണ്. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. കാരണം പെൺകുട്ടികൾക്ക് തീർത്തും ധൈര്യമില്ല എന്നുള്ളതാണ്. അതുണ്ട്. പക്ഷെ എന്നോട് സംസാരിച്ച ചില പെൺകുട്ടികളുടെ തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് വീട്ടുകാരോട് പോലും ഇത് പറയാൻ പറ്റുന്നില്ല. പലരും ഞാൻ മനസ്സിലാക്കുന്ന അവരൊക്കെ ഈ വ്യക്തിയിൽ നിന്ന് യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ടായിരിക്കും. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിഷയം ഇല്ലാത്തതുകൊണ്ട് ഐ ക്യാൻ സേ. പക്ഷെ എന്നാൽ പോലും ഞാൻ അങ്ങനെ പെട്ടുപോയതാണ് പറഞ്ഞിട്ട് സൈബറിൽ വരുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനെ കാര്യമാക്കുന്നില്ല. അതൊന്നും കൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ളൂ. പൊളിറ്റിക്കൽ അങ്ങനെയാണോ അതിനകത്തേക്ക് കാര്യങ്ങളായി പോകേണ്ടത്? ഏതാണ് പൊളിറ്റിക്കൽ പ്രതിഷേധം? ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ആരോപണം അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്കല്ലേ ഇത് പോകുന്നത്? അതെ, അങ്ങനെയാണ്. അല്ല, ഞാൻ അത് ആദ്യമേ പറഞ്ഞു. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറ്റം പറയുന്ന ഒരു രീതിയല്ല ഇത്. നമ്മുടെ സമൂഹം എന്നുള്ള നിലയിൽ ടേക്കപ്പ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അല്ലാതെ ഇന്ന പാർട്ടിക്കെതിരെയാണ്. അതിനൊരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ വരുന്നത് കൊണ്ട് പറയുന്നു, ഇലക്ഷൻ വരുന്നതുകൊണ്ടുള്ള ഗിമിക്സ് ആണ്. മറ്റു പാർട്ടിക്കാര് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒപ്പം നിൽക്കുന്നുണ്ട്, സ്പോൺസർ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇതിങ്ങനെ സംസാരിക്കുവാണ് ഈ ധൈര്യത്തിൽ. അതിനെ അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അത് ആ പ്രസ്ഥാനമാണ് അത് ആലോചിക്കേണ്ടത്. താങ്കൾ ചില മന്ത്രിമാരോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പങ്കുവെച്ച് അങ്ങനെ എനിക്ക് എല്ലാ പാർട്ടിയിലെ പല നേതാക്കന്മാരുമായിട്ട് പരിചയവും ഒക്കെ ഉണ്ട്. ഞാനൊരു ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്, ആങ്കറാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പല നേതാക്കന്മാരുടെ, അതുകൊണ്ട് എല്ലാ നേതാക്കന്മാരും അങ്ങനെയാണെന്നാണ് അർത്ഥം. ഞാൻ പ്രത്യേകം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു ഒരു യുവ നേതാവ്.
അല്ല, ഞാൻ ഇനി കൂടുതൽ എനിക്ക് ഇതിനെ സംബന്ധിച്ച് ഞാൻ എല്ലാ ദിവസവും ഇത് തന്നെ പറയുന്നതിനകത്ത് അർത്ഥമില്ല. ഇതിൽ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല തൽക്കാലം. എന്തായാലും ഇല്ല. പരാതി പറയുമ്പോൾ ചില നേതാക്കന്മാർ മോശം പ്രതികരണം ഉണ്ടായെന്ന് പറഞ്ഞില്ല, അത് അവന്റെ കഴിവെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞില്ല. അത്തരത്തിൽ ആരുടെയെങ്കിലും പേരുകൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്? ആരിൽ നിന്നാണ് അത്തരത്തിൽ അയാൾക്ക് അനുകൂലമായ ഒരു സമീപനം ഉണ്ടായത് എന്നത്? ഇല്ല, അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ആ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നില്ല.